ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ ബുക്ക് പൊതിയണ കവറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ അനിയനൊക്കെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു ഗൈസ്. പിന്നെ സ്കൂളിൻ്റെ സാധനം അന്നാൾ പോയപ്പോൾ കുറച്ചാണ് വാങ്ങിച്ചോളൂ. പിന്നെ ഈ പ്രാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ സ്കൂളിൻ്റെ ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങാൻ വന്നതാണ്. പൊതിച്ചിലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കെച്ച് പെൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 കെട്ട് ബുക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനത്തെയാണ് വാങ്ങാറ്, കവറിൽ ഇതുപോലെ പോരുന്നത്. പിന്നെ എൻ്റെ അനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് ആണെന്ന് വെച്ചാൽ താഴെ ഫുൾ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ മേളിലേക്കാണ് സ്കൂളിൻ്റെ എല്ലാ സാധനവും. പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങളുടെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ പൗച്ച് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബോക്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ട് ചുമ്മാ ഇത്താത്താക്കും അനിയൻക്കൊക്കെ പൗച്ച് നോക്കാനുണ്ടായിരുന്നു. ഞാനൊക്കെ വാങ്ങിയതാണ്. അപ്പം നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, എനിക്കിപ്പോൾ തോന്നാണ്, നമ്മൾ ബാഗും ബുക്കൊക്കെ ബാഗ് മാത്രം വാങ്ങാൻ പോയപ്പോൾ വേറെ ഈ കടയിൽ കയറിയാൽ മതിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കുറേ കട അന്വേഷിച്ച് കിടന്നു. ഇപ്പോഴാണ് ഓർത്തത് ഈ കട ഉണ്ടെന്ന്. ഇപ്പോഴായാലും എല്ലാവർക്കും ഒരു അബദ്ധം പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു അബദ്ധം എനിക്കും പറ്റിയിട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഫയലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കൊടയൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ നല്ല ലഹള, മാർക്കർ വേണം. എന്തിനാന്ന് ചോദിച്ചപ്പോൾ വീട്ടിലൊരു ബോർഡ് ഉണ്ട്, അതിലെഴുതി കളിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തായിരുന്നു ഞങ്ങൾ എളാപ്പാനെ കണ്ടത്. അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ സംസാരിച്ച സമയം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ എന്തൊക്കെയോ കേട്ടി കാണിച്ചു ക്യാമറയെ കണ്ടിട്ട്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വന്നത്. എനിക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാറുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചിട്ട് വീട്ടിൽ പോവാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.